വാർത്തയിലേക്കാണ്. എറണാകുളം മൂവാറ്റുപുഴയിൽ MDMA-യുമായി സഹകരണ ബാങ്ക് ജീവനക്കാരൻ പിടിയിൽ. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ച് കാഷ്യർ ബാവയാണ് എക്സൈസ് പിടികൂടിയത്. നേരത്തെ ഒരു ലഹരി കേസിൽ പിടിയിലായി ജാമ്യത്തിലിറങ്ങിയ ഇടവേളയിലാണ് വീണ്ടും ലഹരിക്കച്ചവടം. ഈ വർഷം ജനുവരിയിൽ ബാവ പി ഇബ്രാഹിമിൽ നിന്ന് MDMA പിടികൂടിയിരുന്നു. അന്ന് ജയിൽ ശിക്ഷ അനുഭവിച്ചു. എന്നിട്ടും പഠിച്ചില്ല. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ശേഷം വീണ്ടും MDMA വിൽപ്പന. കഴിഞ്ഞ ദിവസം നടന്ന എക്സൈസിന്റെ പ്രത്യേക പരിശോധനയിൽ ബാവയെ കസ്റ്റഡിയിലെടുത്തു. 2.8 ഗ്രാം MDMA-യും ലഹരി വിറ്റ് ലഭിച്ച 3000 രൂപയും മൊബൈൽ ഫോണും 3 സിം കാർഡുകളും പിടികൂടി. മാതിരപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെ പുതുപ്പാടി ബ്രാഞ്ചിലെ കാഷ്യറാണ്. ആദ്യത്തെ അറസ്റ്റ് ഉണ്ടായപ്പോൾ ഇയാളെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നുവെങ്കിലും പിന്നീട് തിരിച്ചെടുക്കുകയായിരുന്നുവെന്നാണ് അറിയുന്നത്. ഉപയോഗിച്ച സ്ട്രോ കഷ്ണങ്ങളായി മുറിച്ച് അതിൽ MDMA നിറച്ച് ആവശ്യക്കാരിൽ നിന്നും ഗൂഗിൾ പേ വഴി പണം വാങ്ങും. ശേഷം സ്ട്രോ പ്രത്യേക സ്ഥലത്ത് നിക്ഷേപിച്ച് ഈ സ്ഥലം പണം വാങ്ങിയ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ഒരു രീതി. മിഠായി പേപ്പറുകളിൽ MDMA പൊതിഞ്ഞും വിൽപ്പന നടത്തിയിരുന്നു. ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് മുൻപ് മയക്കുമരുന്ന് പ്രതിയായിട്ടുള്ള ജയിലിൽ കിടന്നിട്ടുള്ള പ്രതിയായിട്ടുള്ള ബാബ പി ഇബ്രാഹിമിനെ നമ്മൾ 3 ഗ്രാം MDMA 1/2 ഗ്രാം MDMA-ക്ക് 3000 രൂപ വരെയാണ് ഇയാൾ വാങ്ങുന്നത്. ബാവയ്ക്ക് രാസലഹരി എത്തിച്ചു കൊടുക്കുന്ന ആലുവ സ്വദേശിയായ കച്ചവടക്കാരനും എക്സൈസിന്റെ നിരീക്ഷണത്തിലാണ്. ബാവയിൽ നിന്ന് സ്ഥിരമായി MDMA വാങ്ങുന്ന 20 പേരുടെ ലിസ്റ്റ് എക്സൈസ് സംഘം തയ്യാറാക്കി കഴിഞ്ഞു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.